കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂം പ്ലാറ്റ്ഫോമിയുടെ ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെയും ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ എഹെസ്കേൽ പ്രവചനം 23-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളായിരിക്കുന്നിടത്ത് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടുകൂടി നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ രാത്രിയിൽ ദൈവിക സാന്നിധ്യത്തിലാണ് ഉത്തമ ബോധ്യത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ 23-ാം അധ്യായം ഇസ്രായേൽ രാഷ്ട്രം രണ്ടായി വിഭജിക്കപ്പെട്ട യഹൂദയും ഇസ്രായേലും, അഥവാ വടക്കേ രാജ്യവും തെക്കേ രാജ്യം, അവിടെ പാപത്തെക്കുറിച്ച് പറയുന്നു. ഇതിൽ പലതും ആലങ്കാരിക പദപ്രയോഗങ്ങളിലൂടെ അവിടെ തെറ്റുകളെ കുറിച്ച് എടുത്തെടുത്തും അതിലേറ്റവും പ്രധാനമായി കാണുവാൻ കഴിയുന്നത് യഹോവയായ ദൈവത്തെ വിട്ട് വ്യാജ ദൈവങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. ദൈവം കൊടുത്ത പ്രമാണങ്ങളെയും കൽപ്പനകളെയും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വ്യാജ ദൈവങ്ങളുടെ ഉപദേശപ്രകാരവും യാത്ര ചെയ്ത് ദൈവവുമായി അവിശ്വസ്തത ചെയ്ത രണ്ട് രാജ്യങ്ങളുടെ ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും ഒരമ്മയുടെ രണ്ട് പെൺമക്കളോട് സാമ്യപ്പെടുത്തിയാണ് പറയുന്നത്. മൂത്ത മകൾക്ക് ഒഹോല എന്നും രണ്ടാമത്തെ മകൾക്ക് ഒഹോലിബ എന്ന് പറഞ്ഞ് പേരിട്ട് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ച് പറയുന്ന ഭാഗത്തെല്ലാം ആവർത്തിച്ച് പറയുന്നു. അവർ ഈജിപ്റ്റ് മുതൽ, മിസ്രൈം മുതൽ, അവർ അടിമകളായി പാർത്ത ഈജിപ്റ്റ് മുതൽ സോളമന്റെ കാലഘട്ടം വരെ അവർ ഏകരാഷ്ട്രമായി നിലനിന്നു. പിന്നീട് അവർ രണ്ടായി മാറ്റപ്പെട്ടു. ഈജിപ്തിലെ ജാതികളുമായി, ആ ജാതികളുടെ ദൈവവുമായി ഇവർക്ക് വളരെ അഭേദ്യമാകുന്ന ബന്ധവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വടക്കേ രാജ്യം അഥവാ ഇസ്രായേൽ രാജ്യം തങ്ങളുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി യഹോവയിൽ ആശ്രയിക്കാതെ ആ കാലഘട്ടത്തിലെ ശക്തിയുള്ള പവർഫുൾ ആയിരിക്കുന്ന രാജ്യമാകുന്ന അസീര്യക്കാരെ ആശ്രയിച്ചു. അവരുടെ സഹായം അവർ തേടി. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് അവരുമായിട്ടുള്ള സഖ്യതയിലൂടെ, അലയൻസിലൂടെ ഒരു കരാർ ഉണ്ടാക്കിയെടുക്കുന്ന വെച്ചാൽ അവർ ആരെ ആശ്രയിക്കുന്നുവോ ആ രാജ്യത്തിലെ വ്യാജ ദൈവങ്ങളെ ഇവർ സേവിക്കണം എന്നുള്ളതാണ് ഇവർ ഉണ്ടാക്കുന്ന കരാർ. അങ്ങനെ ഉണ്ടാക്കിയ കരാറിൻ പ്രകാരം ഒരുപാട് അധപ്പതനത്തിലേക്കും നാശനഷ്ടങ്ങളിലേക്കും ഒഹോല അഥവാ വടക്കേ രാജ്യത്തിന് പോകേണ്ടി വന്നു, തെക്കേ രാജ്യത്തിന് പോകേണ്ടി വന്നു. ഈ അസീറിയമായിട്ടുണ്ടാകുന്ന ഇസ്രായേലിന്റെ സഖ്യത നിമിത്തം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. നമുക്ക് രണ്ട് രാജാക്കന്മാർ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് പൂലുമായിട്ടുള്ള മെനഖേമിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ആശ്രയിക്കുന്നതും തന്നിമിത്തം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു.
തെക്കേ രാജ്യത്തിലെ രാജാവാകുന്ന ആഹാസ് തിഗ്ലത്ത് പിലെസരുമായിട്ട് ഒരു വലിയ സഖ്യത്തിൽ ഏർപ്പെടുന്നു. ഹോശേ എന്ന് പറഞ്ഞ രാജാവും ഈ മെനഹേമിന്റെ അവരെ പോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ ആശ്രയിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം ദൈവത്തെക്കാൾ ഉപരിയായി മറ്റു രാജ്യങ്ങളുടെ സമ്പത്തിലും അവരെ ശക്തിയിലും അവരുടെ മനോഹാരിതയിലും ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവത്തോട് ഉള്ള ബന്ധം ഉലയുന്നു, അത് നഷ്ടപ്പെടുന്നു എന്നാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മിസ്രൈമിനെ നമ്മൾ ഇവരെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടെങ്കിലും മിസ്രൈമിലെ വസ്തുക്കളെ, മിസ്രൈമിലെ കാര്യങ്ങളെ അവർ വളരെയധികം സ്നേഹിച്ചിരുന്നു, അവരിഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് വേദഭാഗങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു 2 വേദഭാഗം മാത്രം ഉൾക്കൊണ്ടുവരാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. സംഖ്യാപുസ്തകം 11-ന്റെ 5, നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 5. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. അവിടെ വായിക്കുന്നു, ഞങ്ങൾ വില കൂടാതെ മിസ്രൈമിൽ വെച്ച് ഭക്ഷിച്ചിട്ടുള്ള മത്സ്യം, ചുറ്റുള്ളി, ചീരുള്ളി, വെള്ളരിക്ക തുടങ്ങിയവയെ കുറിച്ചുള്ള ആ വർണ്ണനയാണ് കാണാൻ കഴിയുന്നത്. ആ 430 വർഷം അടിമ നുകത്തിൽ കടന്നു, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ മിസ്രൈമിന്റെ ഉലയിൽ കിടന്ന, ഫർണസിനകത്ത് കിടന്ന ജനം തന്നെത്താൻ ചെളി ഉണ്ടാക്കി, കട്ടയുണ്ടാക്കി ചുട്ടു കൊടുക്കണം. ആ നിലയിൽ അടിമവേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ അടിമവേലയുടെ ഫലമായി കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അവർ പറയുന്നു വില കൂടാതെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ മരുഭൂമിയിൽ വെച്ച് ദൈവം കൊടുത്തിട്ടുള്ള ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വേറെയാ. അതിനെക്കുറിച്ച് പറയുന്നത് ശക്തിമാന്മാരുടെ ഭക്ഷണം എന്നാ പറയുന്നത്. അപ്പൊ ആ ഭക്ഷണം കൊടുത്ത് ഇതിനേക്കാൾ ടേസ്റ്റും ഇതിനേക്കാൾ നല്ലതായിരിക്കുമ്പോൾ അവർ അതിനെ വില കുറച്ച് കണ്ടിട്ട് മിസ്രൈമിൽ അടിമപ്പണി ചെയ്തപ്പോൾ കിട്ടിയ ഭക്ഷണത്തിനാണ് ഭയങ്കര പ്രാധാന്യം. ഇനി നമ്മള് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 2 മുതൽ വാക്യങ്ങൾ വായിച്ചു നോക്കി. നമ്പേഴ്സ് ചാപ്റ്റർ 14 verse 2-4. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രൈം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നോക്കണം, മിസ്രൈമിൽ 430 വർഷം അടിമ നുകത്തിൽ കിടന്നു. പുറപ്പാട് പുസ്തകം പറയുന്നുണ്ട്, എന്റെ ജനത്തിന്റെ കരച്ചിൽ ഞാൻ കേട്ടു, നിലവിളി കേട്ടു, സങ്കടം അറിയുന്നു. ഈ അടിമത്തത്തിൽ കടന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ജനത്തിന് ഒരു വിടുതൽ കിട്ടി, ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവര് പറയാണ്, ഞങ്ങളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? മിസ്രൈമിൽ തന്നെ തിരിച്ചു പോകുന്നു നല്ലത്. നോക്കണം, ആ അടിമത്തത്തിനകത്തു നിന്നും ഒരു വിടുതൽ കിട്ടി വെളിയിൽ വന്നിട്ടും അവരെ ഇഷ്ടം മുഴുവൻ, താല്പര്യം മുഴുവൻ മിസ്രൈമിലാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നു, അവരിപ്പോഴും
മിസ്രൈമുമായിട്ടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളും പലപ്പോഴും ദൈവം നമ്മളെ രക്ഷിച്ചു, ദൈവം നമ്മളെ സ്നേഹസ്വരൂപന പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇരുട്ടിന്റെ അധികാരിയായ പിശാചിനെ തകർത്ത് അതിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപന പുത്രൻ രാജ്യത്തിൽ നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ ആക്കി വെച്ചിട്ട് നമ്മളും നിസ്സാരമാകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളും ദൈവം ഇത്രയും നടത്തിയ നന്മകളെല്ലാം ചെറുതായി കണ്ടിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടപ്പെട്ടപ്പോൾ നേടിയെടുത്ത അല്ലെങ്കിൽ ആ പാതയിലൂടെ പോയതാ നല്ലതെന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ട്. അത് തന്നെ ഇസ്രായേൽ ജനം ചെയ്തു. ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ലാത്ത ശക്തിമാന്മാരുടെ ഫുഡും കൊടുത്ത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി നടത്തി അവർക്ക് വേണ്ടതെല്ലാം ദൈവം ഫ്രഷ് ആയിട്ട് കൊടുത്തു. ഒന്നും പഴകിയതൊന്നും കൊടുത്തിട്ടില്ല ദൈവം. അത്ര മനോഹരമായി ദൈവം നടത്തിക്കൊണ്ട് വന്നപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് തിരികെ പോകുന്ന നല്ലത്. അപ്പൊ ദൈവത്തോട് നന്ദികേട് കാണിക്കുന്ന അനുഭവം. അതുകൊണ്ട് എന്നെ കേൾക്ക് ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ ആ വലിയ മിസ്രൈമെ അടിമത്തിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് വന്നു എങ്കിൽ ഇനി അങ്ങോട്ട് പോകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹത്തെ മാറ്റി ദൈവം എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നു എന്നോർത്ത് സ്തുതിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ദാവീദ് പറഞ്ഞത്, എന്നെ എൻ്റെ കുടുംബത്തെയും ഓർക്കുവാൻ ഇവിടെ വരെ കൊണ്ടുവരുവാൻ ഞാൻ എൻ്റെ ഗ്രഹം എന്തുള്ളൂ എന്നുള്ളതാണ് ദാവീദ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എന്നെ ഓർക്കുവാൻ ഞാൻ എന്തുള്ളൂ. ആ ഒരു ചിന്ത ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഹൃദയത്തിനകത്ത് ഒരിക്കലും പിറുപിറുപ്പല്ല, സംശയമല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് വലിയൊരു ദൃഢനിശ്ചയവും ഒരു ഉറപ്പും ഉണ്ടാകും ദൈവത്തെക്കുറിച്ച്. നമുക്ക് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ്. അവിടെ ഇസ്രായേൽ ജനത്തെ പോലെ നിസ്സാരമാകുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോൾ പഴയ കാര്യങ്ങളാണ് നല്ലതെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കാതെ, ഞാൻ പണ്ട് പോയ പാതയാണെന്ന് പറഞ്ഞ് നടക്കാതെ, ഇല്ല എൻ്റെ ദൈവം എന്നെ പുഷ്ടിയുള്ള പച്ചയായ മേത്തരമാകുന്ന അനുഭവങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവർ ചെയ്ത ആ നിലയിൽ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു, ദൈവത്തോട് പിറുപിറുത്തു, ദൈവത്തോട് മത്സരിച്ചു. അസീറിയക്കാരെ ശമരിയയിലേക്ക് ആകർഷിപ്പിച്ചു. നമ്മുടെ 21-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ആ ഭാഗം എടുത്തു പറയുന്നുണ്ട്, അവൾ ധൂമ്രവസ്ത്രം ധരിച്ച് ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാത്ത മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായ സമീപസ്ഥരായ അശൂര്യ ജാരന്മാരെ മോഹിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ശമരിയയിലേക്ക് അടുപ്പിച്ചു. ആ കാലഘട്ടത്തെ ശക്തിമത്തായ രാജ്യമായിരുന്ന അസീറിയക്കാരെ ശമരിയയിലേക്ക് കൊണ്ടുവരിച്ചു, അവരെ അതിലേക്ക് നയിച്ചു. അങ്ങനെ അവരുണ്ടാക്കിയ കരാരും പ്രകാരം ദൈവത്തെ മറന്നിട്ട് ആ രാജ്യത്തെ അന്യ ദൈവങ്ങളെ അവർ സേവിച്ചു. അങ്ങനെ അവർ പാപികളായി തീർന്നു. അതാണ് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാൻ സാധിക്കും. യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ ശമരിയ ഓൾറെഡി അധപ്പതിച്ചു, പതനത്തിലേക്ക് പോയി, വീഴ്ചയിലേക്ക് പോയി. അതൊരു പുരാതന ചരിത്രമായി മാറ്റപ്പെട്ടു. അവർ ആ 10 ഗോത്രങ്ങളെ മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. ദൈവം ദൃഷ്ടിയിൽ നിന്നും നീക്കാൻ അസീറിയൻ രാജാവിനെ ദൈവം ഉപയോഗിച്ചു.
അസീറിയൻ വിദേശികളെ ശമരിയയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ശമരിയയിലുള്ളവരെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചു. അങ്ങനെ അവൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് വേദപുസ്തകത്തിൽ, അവരെ ഗോശാനിലെ ഹാബോർ നദിയും മേദ്യരുടെ പട്ടണങ്ങളിൽ പാർപ്പിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവർ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന, അതായത് ഈജിപ്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ആചരിക്കുകയും അവിടെയുള്ള വ്യാജ ദൈവങ്ങളെ അവർ ആരാധിക്കുകയും ചെയ്തിരുന്നു. ആ ദൈവങ്ങളുമായി രഹസ്യമായി ആരാധിക്കുകയും രഹസ്യമായി തെറ്റുകൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ നിലയിലുള്ളതായ തെറ്റുകളാണ് ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായത്. ഒഹോല തന്റെ അസീറിയൻ കാഴ്ചക്കാർക്ക്, തന്നെ ഇഷ്ടപ്പെട്ടു വന്നവർക്ക് സ്വയമായി സമർപ്പിക്കുന്നതിൽ മുൻകൈയെടുത്തു. അതാണ് ശമരിയുടെ അധപ്പതനത്തിന് കാരണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. 9-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാരന്മാരുടെ കയ്യിൽ, അവൾ മോഹിച്ചിരുന്ന അശൂരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് സംഭവിച്ചു BC 722 അസീറിയക്കാർ വടക്കേ രാജ്യമാകുന്ന ഇസ്രായേലിനെ കീഴടക്കി. അവരെ പറയുന്ന 10-ാം വാക്യത്തിൽ പറയുന്ന പോലെ തന്നെ അവരെ ഉപദ്രവിച്ചു ചെയ്തു. അസീറിയക്കാർ ഇസ്രായേലിനെ കീഴടക്കുന്നതിന് മുൻപേ അവരുടെ ദൈവങ്ങളിലേക്കും അവരുടെ ശക്തിയിലേക്കും അവരുടെ സംരക്ഷണത്തിലേക്കും അവരുടെ വഴികളിലേക്കും ഇസ്രായേൽ ആകർഷിക്കപ്പെട്ടിരുന്നു. പ്രധാനമായും ഇസ്രായേൽ ആകർഷിക്കപ്പെട്ടത് അസീറിയക്കാരുടെ ദൈവം, അസീറിയക്കാരുടെ പവർ, അസീറിയക്കാരെ ഇവരെ സംരക്ഷിക്കുവാൻ കഴിയുമെന്നുള്ളതായ ഒരു സെക്യൂരിറ്റി ഫീലിംഗ്. അടുത്തത് ഇസ്രായേൽ ആകർഷിക്കപ്പെട്ടത് അസീറിയക്കാരുടെ പ്രവർത്തനങ്ങൾ. ഇതിലെല്ലാം അവൾ ആകർഷയായി മാറ്റപ്പെട്ടു. ഇസ്രായേൽ ജനം അതിലെല്ലാം ആകർഷിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ ജനം ജാതികളുടെ വിഗ്രഹങ്ങളെ സ്നേഹിക്കുകയും തന്റെ ജനത്തെ കീഴടക്കുവാൻ യഹോവ ജനത്തെ അനുവദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ നിലയിലുള്ളതായ ചില മാറ്റങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. അസീറിയ ശമരിയെയും ഇസ്രായേലിനെയും അപമാനിച്ചു. അവിടെ പുത്രന്മാരെയും പുത്രിമാരെയും ബന്ദികളാക്കി. പലരെയും വാളുകൊണ്ട് കൊന്നു. ശമരിയയും ഇസ്രായേലും അർഹമായ ന്യായവിധിയുടെ ഒരു പഴഞ്ചൊല്ലായി മാറിപ്പോയി. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, BC 722 ഇവരെ പ്രവാസികളായി കൊണ്ടുപോയി അസീറിയയിലേക്ക് മാത്രമല്ല കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചു. അവിടെ ഉള്ളവരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചു. അതുകൊണ്ട് അവിടുന്ന് പ്രവാസത്തിലേക്ക് പോയവരാരും ആരാണെന്നോ എവിടെ പോയെന്നോ ഒന്നും യാതൊരു വിധമാകുന്ന അറിവുമില്ല. വടക്കേ രാജ്യത്ത് പ്രവാസികളായി പോയിട്ടുള്ളവർ ആരാണെന്നോ അവർ തലമുറകൾ ആരാണെന്നോ അവർ മടങ്ങി വന്നതായിട്ടൊന്നും ഇതുവരെ വേദപണ്ഡിതന്മാർ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിൽ വടക്കേ രാജ്യം അധപ്പതിച്ചു പോയി. അവരെ പുത്രന്മാരെ പുത്രിമാരെ ബന്ദികളാക്കി, പലരെയും കൊന്നുകളഞ്ഞു. അവർക്ക് അർഹമായ ന്യായവിധി കൊടുത്തു. അവർ പഴച്ചൊല്ലായി മാറ്റപ്പെട്ടു എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്.
നമുക്ക് ഇനിയും 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. അതിലെ 11 മുതൽ വാക്യങ്ങളിൽ അതിന്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. മൂടിയായി ഉടുത്ത് ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരും ഒട്ടൊഴിയാത്ത മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശ്ശൂര്യരെ മോഹിച്ചു. ഓക്കെ, ഈ പദപ്രയോഗം 2-3 പ്രാവശ്യങ്ങളായിട്ട് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. അവൾ അയൽക്കാരായ അസീര്യക്കാരെ മോഹിച്ചു. അത് വടക്കൻ രാജ്യമാകുന്ന ഇസ്രായേൽ ജനം, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, അസീറിയയുടെ ശക്തിയെയും അവരുടെ സമ്പത്തിനെയും അവരുടെ പ്രസക്തിയെയും അവരുടെ സ്വാധീനത്തെയും എല്ലാം അവർ മോഹിച്ചതുപോലെ തന്നെ. ഒന്നുകൂടി പറഞ്ഞാൽ, ഇസ്രായേൽ ജനം അസീറിയയുടെ ശക്തിയെയും അസീറിയയുടെ സമ്പത്ത്, അവരുടെ സ്വാധീനം, തുടങ്ങിയവയെല്ലാം എങ്ങനെ ആകർഷിക്കപ്പെട്ടുവോ അതുപോലെ തന്നെ തെക്കേ രാജ്യമാകുന്ന യഹൂദയും യെരുശലേമും ശമരിയെ പോലെ തന്നെ ആ ശക്തമായ സാമ്രാജ്യത്തിന്റെ ആകർഷണ വലയത്തിനകത്ത് വീണുപോയി. വടക്കേ രാജ്യം അങ്ങനെ പോയത്. അവർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും എന്തുകൊണ്ട് അവരുടെ സഹായത്തിന് വേണ്ടി പോയതായിട്ട് നമ്മൾ മുൻ അധ്യായങ്ങളിൽ പഠിച്ചു. ഈ അധ്യായത്തിലും നമ്മൾ പഠിക്കുകയുണ്ടായി. അസീര്യൻ രാജാക്കന്മാരുടെ പുറകെ പോയി, അവർക്ക് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെന്ന്. അതുപോലെ തന്നെ തെക്കേ രാജ്യമാകുന്ന യഹൂദ അഥവാ യെരുശലേമിൽ അവരും അസീറിയയുടെ ശക്തമായ സാമ്രാജ്യത്തിന്റെ സമ്പത്തിനാലും പ്രസക്തിയാലും സ്വാധീനത്തിന്റെ വലയിൽ അകപ്പെട്ടു. അവരും അതിൻ്റെ അകത്ത് അവരുമായിട്ടുള്ള അലയൻസിൽ എത്തിച്ചേർന്നു. അങ്ങനെ ആ 13ാം വാക്യം ഇങ്ങനെ അവസാനിക്കുന്നു. അവളും തന്നെത്താൻ മലിനമായി ഞാൻ അവളെ കണ്ടു, ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു. ഇരുവരും എന്ന് പറയുമ്പോൾ ഒഹോലായും ഒഹോലിബായും അഥവാ വടക്കേ രാജ്യവും തെക്കേ രാജ്യവും, ഒന്നുകൂടി പറഞ്ഞാൽ ഇസ്രായേലും യഹൂദിയും, ഇത് രണ്ടും ഒരുപോലെ ഒരേ വഴിയിൽ നടന്നു. രണ്ട് കൂട്ടരും ആകർഷിക്കപ്പെട്ടത് അസീറിയയുടെ സമ്പത്തിലും അവരുടെ സെക്യൂരിറ്റിയിലും അവരുടെ ശക്തിയിലും അവരുടേതായിരിക്കുന്ന സമ്പത്തിലൊക്കെ അവർ ആകർഷിക്കപ്പെട്ടു. അവർ ആ നിലയിലേക്ക് വന്നു എന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ പഠിച്ചു വരുമ്പോൾ, യഹൂദിലെ രാജാവായിരുന്ന ആഹാസ്, ഈ ആഹാസ് സമ്മാനങ്ങൾ നൽകുകയും അസീര്യക്കാരുമായിട്ട് സഖ്യമുണ്ടാക്കുകയും ചെയ്തു. കൂടാതെ ഇവൻ സഹായം അഭ്യർത്ഥിച്ച് അസീറിയയിലേക്ക് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 16ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. 2 Kings chapter 16 verses 7 to 10. ആഹാസ് അശ്ശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസരിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകുന്നു. നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന ആറാം രാജാവിന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു. അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശ്ശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. അശ്ശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു. അശ്ശൂർ രാജാവ് ദമശ്കിലേക്ക് ചെന്ന് അതിനെ പിടിച്ച് അതിലെ നിവാസികളെ കീരിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി റേസിനെ കൊന്നുകളഞ്ഞു. ആഹാസ് രാജാവ് അശ്ശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസരിനെ
എതിരേൽപ്പാൻ ദമശ്ശേക്കിലേക്ക് ചെന്നു. ദമശ്ശേക്കിലെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിലെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. നോക്കണം, ഈ ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ, ആകാശ് തിഗ്ലത്ത് പിലേസറിന് ഒരു സന്ദേശം അയച്ചു. ഞാൻ നിന്റെ പുത്രനാ, ഞാൻ നിന്റെ ദാസനാണ്. എന്നിട്ട് അവർ കൊടുത്തുവിട്ട്, കുറെ സമ്മാനങ്ങൾ കൊടുത്തുവിട്ടു. ആലയത്തിൻ്റെ അകത്തെ ഉള്ളതായ കാര്യങ്ങൾ, ആലയത്തിനകത്ത് ജനങ്ങൾ ഇട്ട സമ്പാദ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പിടിച്ച് അവനെ കൊടുത്തുവിട്ടു. നമുക്ക് ലാസ്റ്റിൽ വായിച്ചു നിർത്തിയത് അത് കൊടുത്തു വിടുകയോ ആശ്രയിക്കുകയോ ചെയ്ത് മാത്രമല്ല, ഒരു ബലിപീഠം പണിതു. അതിനകത്തുള്ള വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ ഇവനും അതിനകത്ത് ചേർന്നു. നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, സഹായം അഭ്യർത്ഥിച്ചു, അസീര്യക്ക് സന്ദേശം അയച്ചു. അയൽവാസികളാകുന്ന ഈ അസീര്യക്കാരുമായിട്ടുള്ള ബന്ധം അത് വലിയ അവരെ ഒരു അധപ്പതനത്തിലേക്ക് നയിച്ചതായിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. നമ്മൾ ആ വായിച്ചു തന്നെ 2 രാജാക്കളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചു. ആഹാസ് രാജാവ് അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിലേസറിനെ എതിരേൽപ്പാൻ ദമശ്ശേക്കിൽ ചെന്നു. ദമശ്ശേക്കിലെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. ഇവിടെ പറയുന്നത് ദമേശക്കിലെ ബലിപീഠം കണ്ടു. എന്നിട്ട് ആകാശ രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന് എല്ലാ പണിയോടും കൂടി മാതൃകയും ഊരിയ പുരോഹിതന് അയച്ചു കൊടുത്തു. ഊരിയ പുരോഹിതന് ഒരു യാഗപീഠം പണിതു. ആകാശ രാജാവ് ദമേശക്കിൽ നിന്ന് അയച്ച പ്രകാരമൊക്കെയും ആകാശ രാജാവ് ദമേശക്കിൽ നിന്ന് വരുമ്പോഴേക്കും ഊരിയ പുരോഹിതൻ അത് പണിതിരുന്നു. നോക്കണം, ഇതാണ് സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ അവരെ ശക്തിയിലും സമ്പത്തിലും അവരെ കഴിവിലും അവരെ ആയിരിക്കുന്ന സെക്യൂരിറ്റിയിലൊക്കെ ആശ്രയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ചെയ്തത് എതിരേൽപ്പാൻ ചെന്നിട്ട് അവസാനം അവിടുന്ന് ഒരു പ്രതിമയുടെ രൂപം ഉണ്ടാക്കിയെടുത്ത് ഇവിടുത്തെ പുരോഹിതൻ അയച്ചു കൊടുത്തു. ഇവിടുത്തെ പുരോഹിതൻ രാജാവ് തിരിച്ചു വന്നപ്പോഴേക്കും അത് സൂപ്പറാക്കി റെഡിയാക്കി. ഇതാണ് മുമ്പേ പറഞ്ഞത്, ഒരു രാജ്യവുമായി സഖ്യതയിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യത്തിലെ പലതും കൈക്കൊള്ളുകയും ആ രാജ്യത്തിലെ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യേണ്ട അനുഭവത്തിലേക്ക് പോകേണ്ടി വരും. ഇതുകൊണ്ടാണ് വാസ്തവത്തിൽ പൗലോസ് പറയുന്നു, അവൻ മറ്റുള്ള അവിശ്വാസികളുമായി ഇണയില്ല പിണക്കൂട്ടരെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്തത്. അങ്ങനെ ചെയ്തത് കൊണ്ട് ആകാശ് അസീര്യയിലെ ദേവന്മാരെ സേവിച്ചു. അവൻ യഹോവയുടെ യാഗപീഠം പണിതു. അവൻ ബലിപീഠത്തിന് പകരം വ്യാജ ദൈവത്തിന്റെ ബലിപീഠം സ്ഥാപിച്ചു. യഹോവയായ ദൈവത്തിന്റെ ബലിപീഠത്തിന് പകരം വ്യാജ ദൈവത്തിന്റെ ബലിപീഠം സ്ഥാപിച്ചു. അങ്ങനെ ഒഹോലീബായും ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്തു. അവർ ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു എന്ന് വളരെ വ്യക്തമായി ഈ 13-ാമത്തെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമത്തെ വസ്തുത, നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. അവരുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു. നമ്മളും ആശ്രയിക്കേണ്ടത് നമ്മുടെ ദൈവത്തിലാണ്. മറ്റുള്ളവരുടെ സമ്പത്തും അവരെ ശക്തിയും അവരെ കഴിവും
സ്വാധീനം കൊണ്ട് മനുഷ്യരിലേക്ക് ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ദൈവം തന്റെ ജനത്തെ കുറിച്ച് എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആശ്രയം, നമ്മുടെ നോട്ടം, നമ്മുടെ ലക്ഷ്യം മുഴുവൻ ദൈവത്തിലായിരിക്കണം. മറ്റൊന്ന്, നമ്മളെ ഈ നിലയിലേക്ക് മറ്റുള്ളവരുടെ വസ്തുതകളിലേക്ക് ആകർഷിക്കപ്പെട്ട് മുൻപോട്ട് പോയാൽ ദൈവത്തോടുള്ള ബന്ധത്തിന് കോട്ടം സംഭവിച്ച് നമ്മുടെ ലക്ഷ്യം തെറ്റി നമ്മൾക്കും ഈ യഹൂദയ്ക്കും ശമര്യയ്ക്കും സംഭവിച്ചതുപോലെ ഒരു നാശത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒലച്ചിൽ തട്ടാതെ നല്ലൊരു ജീവിതം ചെയ്തെടുപ്പാൻ നമ്മൾക്ക് ഉത്സാഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്യും. ഇനി നമുക്ക് 14-ാമത്തെ വാക്യം മുതൽ ഉള്ള ഭാഗങ്ങൾ ചിന്തിക്കും. 14-ാമത്തെ വാക്യം മുതൽ 23-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അവൾ പിന്നെയും പരസംഗം ചെയ്തുകൊണ്ടിരുന്നു. ചായില്യം കൊണ്ട് എഴുതിയ കൽദയരുടെ ചിത്രങ്ങളെ കൽദയ ദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ച കെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്ക് ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു. കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു. കൽദയ ദേശത്തേക്ക് അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഈ ഭാഗത്ത് നമ്മളെ 21-ാമത്തെ വാക്യം വരെ നോക്കുമ്പോൾ അടുത്തതായി പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ശക്തമായ രാജ്യമാണ് ബാബിലോൺ. അസീറിയക്കാരുമായിട്ടുള്ള ബന്ധം തീർന്നു. ഇനി അടുത്ത ലക്ഷ്യം ബാബിലോണിലേക്കാണ്. അതാണ് 14-ാമത്തെ 15-ാമത്തെ വാക്യത്തിൽ ചുവരിൽ ചിത്രീകരിച്ചിരിക്കുന്ന കൽദയ ചിത്രങ്ങൾ അവിടേക്ക് തിരിയുന്നു. അവിടെ മനുഷ്യരെ കാണുന്നു. അവർ അവരിലേക്ക് നോക്കുന്നു. ബാബിലോണിയൻകാരുടെ ധാർമ്മികതയും ആചാരങ്ങളെയും വിഗ്രഹങ്ങളെയും പിന്തുടരുവാൻ അന്നത്തെ മാധ്യമങ്ങൾ, മീഡിയാസ്, യെരുശലേമിലെ ജനങ്ങൾക്ക് പ്രലോഭനങ്ങൾ നൽകി. അതാണ് ഈ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ആ 15-ാമത്തെ വാക്യത്തിൽ, 14-ാമത്തെ വാക്യത്തിൽ, അവൾ പിന്നെയും ചായില്യം കൊണ്ട് എഴുതിയ കൽദയയുടെ ചിത്രങ്ങളെ കൽദയ ദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാട് രൂപത്തിൽ അരയ്ക്ക് കച്ച കെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്ക് ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരുമേൽ വരച്ചിരിക്കുന്നത് കണ്ടു. അവൾ ഉടനെ അവരെ മോഹിച്ചു. അസീറിയക്കാരെക്കാൾ ശക്തിയുള്ള ബലമുള്ളതായ അടുത്ത ഒരു സാമ്രാജ്യത്തെ അവിടെ കണ്ണിന് മുമ്പിൽ ദൃഷ്ടിപ്പെട്ടു. അതാണ് ആ പറഞ്ഞതിനർത്ഥം. അവരുടേതായിരിക്കുന്ന ധാർമ്മികത, അവരുടെ ആചാരങ്ങൾ, ബാബിലോൺകാരുടെ ആചാരം, ബാബിലോൺകാരുടെ വിഗ്രഹാരാധന, ബാബിലോണിലെ ദൈവം, തുടർന്ന് ഉള്ള കാര്യങ്ങളെ പിന്തുടരുവാൻ തക്കവണ്ണം ഉള്ളതായ മാധ്യമങ്ങൾ, മീഡിയാസ് ആ കാലഘട്ടത്തിലെ ഇസ്രായേലിലെ ജനങ്ങളെ പ്രലോഭിപ്പിച്ചു എന്ന് പറയാൽ അവിടെയുള്ള ജനങ്ങളും രാജാക്കന്മാരും ബാബിലോൺകാരുടെ ഈ നിലയിലുള്ള അവസ്ഥയുമായി അവർ പ്രലോഭിപ്പിക്കപ്പെട്ടു, അവർ ആകർഷിക്കപ്പെട്ടു. അതാണ് ഈ പറഞ്ഞതിന്റെ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവർ ബാബിലോൺകാരുടേതായിരിക്കുന്ന ചട്ടങ്ങൾ, അവരുടേതായിരിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുതകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ ബാബിലോൺ അങ്കിയെക്കുറിച്ച് പറയുന്നു.
ബാബിലോണിലെ അങ്കി മേത്തരമാകുന്ന അങ്കിയെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ബാബിലോണിൽ ഒരുപാട് മനുഷ്യരെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഭരണ സംവിധാനങ്ങൾ, അവരുടെ പവർ, അവരുടെ സൈന്യം, ഇതൊക്കെ വളരെയധികം ആകർഷിക്കപ്പെടുന്ന ഈ നിലയിലേക്ക് ഇവിടെയുള്ള ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ കൽദയരുടെ ചിത്രങ്ങൾ, അവരുടെ പാപങ്ങൾ പിന്തുടരുവാൻ ഇസ്രായേൽ വശീകരിക്കപ്പെട്ടു. അതാണ് ഈ ഭാഗത്തുനിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടേക്കുള്ള വശീകരണമാണ് യഹൂദ രാഷ്ട്രത്തിന്റെ ഇപ്പോഴത്തെ ഈ അധപ്പതനത്തിന് കാരണം. നമ്മളെ പഠിച്ചു വരുമ്പോൾ യഹൂദയ്ക്കും ബാബിലോണും ഇടയിൽ അങ്ങനെ വശീകരിക്കപ്പെട്ടു. യഹൂദയ്ക്കും ബാബിലോണും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു. അവർ ബിസിനസ്സുകൾ പതുക്കെ പതുക്കെ ആരംഭിക്കുന്നു, വ്യാപാരങ്ങൾ നടത്തുവാൻ തുടങ്ങി. അവർ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ അത് വർദ്ധിച്ചു, അതൊരു വികസനത്തിലേക്ക് നീങ്ങി. ഇനിയുമാണ് നമുക്ക് പഠിക്കാൻ പോകുന്ന അടുത്തൊരു രാജാവിന്റെ കാര്യം കാണാൻ കഴിയുന്നത്. ഹിസ്കിയ രാജാവ് രോഗിയായി തീർന്നപ്പോൾ നമുക്കറിയാം, യെശയ്യാപ്രവാചകൻ ചെന്ന് പറയുന്നു, അവർ ചുവര് നേരെ നോക്കി കരയുന്നു, ദൈവം അവനെ സൗഖ്യമാക്കും. ഈ വാർത്ത അറിഞ്ഞിട്ട് ബാബിലോണിൽ നിന്ന് രാജാവ് ഒരുത്തിനെ അയച്ചിട്ടുണ്ട്. ബാബിലോണിലെ അന്നത്തെ രാജാവ് ഈ ഹിസ്കിയാവിന്റെ രോഗവിവരം അറിഞ്ഞിട്ട് ഒരാളെ അയച്ചിട്ടുണ്ട്. അപ്പം ഒരാളെ അയക്കണമെങ്കിൽ ബാബിലോൺ രാജ്യവും യഹൂദ രാഷ്ട്രം തമ്മിൽ വളരെ അടുപ്പത്തിലായെന്നർത്ഥം. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എങ്കിൽ ഹിസ്കിയാവ് രോഗിയായിത്തീർന്നു പറഞ്ഞുകൊണ്ട് ആരെ അയക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വേറൊരു രാജ്യത്തിലെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ രാജാവോ സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്ദർശകരെ അയക്കത്തില്ല. വളരെ ക്ലോസ് ആയിരിക്കുന്നത് മാത്രമേ കാര്യവിവരം അറിയുവാൻ, അന്വേഷിക്കാൻ ആളുകളെ അയക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവർ തമ്മിൽ ആകർഷിക്കപ്പെട്ടു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ ഡെവലപ്മെന്റ് നീങ്ങിയത് കൊണ്ടാണ് ഹിസ്കിയാവിന്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ ബാബിലോൺ രാജാവ് സന്ദേശകരെ, അവിടുത്തെ സന്ദേശമായി ദൂതനെ അയക്കാനുള്ള കാരണം അതാണ്. ഇനി ആ ദൂതനെ അയച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വാക്യങ്ങൾ വായിച്ച് നിർത്താം ഈ രാത്രി. 2 Kings chapter 20 verses 12 to 15. ആ കാലത്ത് ബലദാന്റെ മകനായ ബെറോദാക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരുടെ വാക്ക് കേട്ട് തന്റെ ഭണ്ഡാരഗൃഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തന്റെ ആയുധശാലയും തന്റെ ഭണ്ഡാരങ്ങളിൽ ഉള്ളതൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ വന്ന് അവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, അവർ ദൂരദേശത്ത് നിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു. എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ല എന്ന് പറഞ്ഞു. നോക്കണം,
ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്താൻ വേണ്ടി പോവുകയാണ്. ആവശ്യമില്ലാത്ത ആകർഷിക്കപ്പെട്ട് ആ രാജ്യവുമായി ഒരു വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ട നിമിത്തം അദ്ദേഹത്തിന് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് രാജാവ് ഒരാളെ ഇങ്ങോട്ട് അയക്കുന്നു. നോക്കണേ, ആ ബന്ധം അങ്ങേ അറ്റം അധികം ക്ലോസ് ആയതുകൊണ്ടാണ് ഹിസ്കിയാവ് ഇങ്ങോട്ട് വന്നിട്ട് ഇദ്ദേഹത്തിന് സകല കലവറകളും തുറന്നങ്ങോട്ട് കാണിച്ചു കൊടുത്തു. പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ നമ്മൾ ഒരിക്കലും നമ്മുടേതായിരിക്കുന്ന സീക്രട്ടുകളെല്ലാം തുറന്നു കാണിക്കാറില്ല. വളരെ ക്ലോസ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാറുള്ളൂ, ഇല്ലെങ്കിൽ തുറക്കാറില്ല. ഇവിടെ നോക്കണം, ഇവര് വന്നു കഴിഞ്ഞപ്പോൾ അത്രമാത്രം ബന്ധമായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവ് ഒരാളെ ഇങ്ങോട്ട് അയച്ചു കൊടുത്തു, സമ്മാനങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വേറൊന്നും നോക്കിയില്ല, എല്ലാം തുറന്നങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അത് ജീവിതത്തിൽ വളരെ പരാജയത്തിലേക്ക് അത് നീങ്ങി. ഇവിടെ ഞാൻ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചെറുതായി ആരംഭിക്കുന്ന ആകർഷണങ്ങൾ, ചെറുതായി ആരംഭിക്കുന്ന അട്രാക്ഷൻസ്, നമ്മൾ ആവശ്യമില്ലാത്ത ആളുകളുമായി അവരുടെ ശക്തിയും മഹിമയും ഒക്കെ കണ്ട് ആകർഷിക്കപ്പെട്ട് അവരുമായി നമ്മളെ ഒരു ബന്ധത്തിലേർപ്പെട്ടാൽ അതെന്നും നമുക്കൊരു തലവേദനയായിരിക്കും, നമുക്കെന്നും ഒരു നാശത്തിന് കാരണമാണ്. ഇവിടെ നമുക്കതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവര് വന്നു, അവർ അക്സെപ്റ്റ് ചെയ്തു, അവരങ്ങനെ പറഞ്ഞു വിടേണ്ട പകരം എല്ലാം തുറന്നു കാണിച്ചെന്ന് പറയാൻ അത്രമാത്രം ക്ലോസ് അവരുമായിട്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രിയിലേക്ക് ദൈവമക്കളുടെ ബുദ്ധി ഉപദേശത്തിനായി പറഞ്ഞു. ഒന്ന്, നമ്മൾ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക, ദൈവത്തെ ഏറ്റവും വലിയവനായി കാണുക. ലോകത്തിലെ മറ്റാരെയും വലിയവനായി കാണരുതേ, ദൈവത്തെ ഏറ്റവും വലിയവനായി കണ്ട് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക. രണ്ട്, നമ്മളെ ഏൽപ്പിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെടുവാൻ പാടില്ലാത്ത സംസ്കാരങ്ങളുമായി ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് ഇടകലർന്ന് ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടും. നമ്മൾ അറിയാതെ നമ്മുടെ പലതും തുറന്നു കാണിക്കേണ്ടി വരും. അങ്ങനെ അറിയാതെ തുറന്നു കാണിച്ചാൽ അതുപോലെ പരാജയത്തിലേക്ക് നീങ്ങിയെന്ന് ഹിസ്കിയാവിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ളവരായി, ബുദ്ധിയിൽ ശിശുക്കളാകാതെ സൂക്ഷ്മ ബുദ്ധിയുള്ളവരായി, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ ജീവിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തെ വലിയവനായി കാണാം, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം. നമ്മളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവം ഇനിയും നടത്തുമെന്ന് പൂർണ്ണമായും ഉറച്ച് വിശ്വസിച്ച് നമ്മ അതിൽ പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ദൈവം, യുദ്ധം ചെയ്യേണ്ട ദൈവം തക്ക സമയത്ത് ഇറങ്ങി വരും. നമ്മളെ വിടുവിക്കേണ്ടിടത്ത് വിടുവിച്ച് എത്തിക്കേണ്ടിടത്ത് അവൻ നമ്മെ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് കൊണ്ടെത്തിക്കും. അതുവരെ വിശ്വസ്തയോടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.